സർ, നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ ധാർഷ്ട്യം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. എന്താ പിണറായിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ കൊടി കാണിച്ചതിന് അവിടം മുതൽ തുടങ്ങി നവകേരള യാത്രയുടെ ആ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര പരുഷമായി, എത്ര ഭീകരമായാണ് മറ്റ് പാർട്ടി പ്രവർത്തകരോട് ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയുള്ള നമ്മുടെ ഈ സർക്കാരിന്റെ പോലീസ് ഏത് വിധത്തിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് ഇപ്പോഴിതാ വീണ്ടും പോലീസ് മർദ്ദന മുറകളൊക്കെ തുടർന്നു വരികയാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഒരു തവണ പോലും ഒരു വാക്ക് പോലും ഉരിയാടാൻ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് വിരോധാഭാസം. എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഈ ഇത്തരത്തിൽ ഒരു മൗനം പാലിക്കുന്നത്? അദ്ദേഹത്തിന്റെ പിതാവിനെ വിളിച്ചു വരെ തന്തയ്ക്ക് വിളി കേട്ടിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നതാണ് ചോദ്യം. അത് ഒരു നല്ല ചോദ്യമാണ് ഇത്. നമ്മള് പണ്ട് പറയുമായിരുന്നു, കണ്ടനും കോരനും ചിരുതയും എന്നൊക്കെയുള്ള പേരുകൾ പഴയ കാലത്തുണ്ടായിരുന്നു. അവരൊക്കെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രതീകങ്ങളായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് മേലാളന്മാരുടെ ഒരുപാട് ഉപദ്രവങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്ന ഒരു ജാതി വ്യവസ്ഥയുടെയും ഒക്കെ ഇരകളായിട്ട് ജീവിച്ച ആളുകളാണ്. പക്ഷെ അവരൊക്കെ മാന്യരായിരുന്നു കേട്ടോ, മാന്യന്മാരായിരുന്നു. അവരാരും ഒരു പേര് ദോഷം കേൾപ്പിക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരവരുടെ ജോലിയൊക്കെ ചെയ്യും. അവരുടെ കുലത്തൊഴിലും മറ്റും ചെയ്തിട്ട് അവരുടെ കുടുംബം നന്നായി നോക്കിയ ആളുകളാണ്. അവരുടെ മക്കളെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ പഠിപ്പിച്ച് വളർത്തിയ ആളുകളാണ്. അങ്ങനെ ആ നിലയിൽ കഴിഞ്ഞ ആളുകളാണ്. പക്ഷെ ഇപ്പോഴതാണ് ഇപ്പൊ കണ്ടനും ചിരുതയും ആരും കേൾക്കുന്നില്ല. പക്ഷെ കോരന്റെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, ചാനലുകളിലും ഇന്നിപ്പോ പത്രങ്ങളിലും ഒക്കെ കോരന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. അത് മുമ്പേ സൂചിപ്പിച്ചത് തന്നെയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പിതാവിന്റെ പേരാണ്. ആ പേര് തെരുവിൽ കേൾക്കാനുള്ള സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത്രയേറെ രാഷ്ട്രീയ സംഘർഷങ്ങളും മറ്റു കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. പോലീസിന്റെ അതിക്രമത്തെ കുറിച്ചുള്ള വാർത്തകൾ, അത് തന്നെയല്ല, വാർത്തകളുടെ കുത്തൊഴുക്കാണ്. ഇപ്പൊ CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നതോടുകൂടി ഇത്തരം വാർത്തകളുടെ കുത്തൊഴുക്ക് നടക്കുകയാണ്. എന്തെല്ലാം കഥകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അതാണ് നീതു ആദ്യം പറഞ്ഞത്. 10 ദിവസത്തിലധികമായി ഇത്തരം വാർത്തകള് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം നിറഞ്ഞു വന്നിട്ട് പോലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു മറുപടി വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടാകുന്നില്ല. ആ ആക്ഷൻ ഉണ്ടാകാത്തതിനെ കുറിച്ചാണ്. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നല്ലവരായ അവരുടെ പിതാക്കന്മാര് പോലും റോഡിൽ ഓർമ്മിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അതാണ് ഇപ്പൊ കോരനെപ്പോഴും കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി, അല്ലെ? അതാണ് ഇപ്പൊ ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നൊക്കെ പറഞ്ഞു. അവരുടെ ജീവിത സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും അന്നത്തെ സ്ഥിതിയെ കുറിച്ചൊക്കെ തന്നെയാണ്. ആ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോവുകയാണ്. വയലാർ രാമവർമ്മ തുലാഭാരം സിനിമയിൽ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടില്ലേ, ഓണം പിറന്നാലും, അല്ലെ, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന്, അല്ലെ, അത് കോരന്നല്ല അവിടെ വിശേഷിപ്പിക്കുന്നത്, ഓരോ കുമ്പിൾ കണ്ണീരെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുപോവുക, അങ്ങനെയാണ് ഇപ്പൊ കേരള രാഷ്ട്രീയം പോകുന്നത്. അതിന്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളെ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വടക്കാഞ്ചേരിയിലെ KSU യൂത്ത് കോൺഗ്രസ് കുട്ടികള്, അവരുടെ യുവാക്കള് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയതാണ്. സർവത്ര മർദ്ദനമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും തൃശ്ശൂർ ജില്ലയാണ് ഇതിന്റെ തലസ്ഥാനം എന്ന് തോന്നുന്നു. കുന്നംകുളത്തുനിന്ന് തുടങ്ങിയതാണ്. കുന്നംകുളത്തുനിന്ന് തുടങ്ങിയ മർദ്ദന പരമ്പരകളുടെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനങ്ങളാണ്. ആർക്കും ന്യായീകരിക്കാൻ സാധിക്കാത്ത ക്രൂരമായ മർദ്ദനങ്ങളാണ് പോലീസ് വിട്ടിരുന്നത്. അതൊക്കെ 2 വർഷം മുമ്പ് നടന്നതാണ്, 5 വർഷം മുമ്പ് നടന്നതാണെന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ആകെ ന്യായീകരിക്കാൻ വന്നത് നമ്മുടെ EP ജയരാജനാണ്. EP ജയരാജൻ മാത്രമാണ് അതിനകത്തൊരു ഔദ്യോഗിക പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ്, ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതല്ലേ, എന്തിനാ ഇതിനെക്കുറിച്ച് ഇപ്പൊ പരാതി പറയുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ത് ന്യായമായ ചോദ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ CCTV ദൃശ്യങ്ങളാണ് ഇതിന്റെ തെളിവായിട്ട് വരുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് കാണുന്നുണ്ട്. ഇന്നലത്തെ പുറത്തു വന്ന സംഭവങ്ങളിൽ ഏറ്റവും വടക്കാഞ്ചേരി നടന്നത് അതിക്രൂരമായ സംഭവമാണ്. നമ്മൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായിട്ട് അവരെ മർദ്ദിച്ച ശേഷം അവരുടെ മുഖം മൂടി അണിയിക്കുക. നമ്മൾ ഈ വലിയ
പിന്നെ NIA കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രതികൾക്ക് മുഖം മൂടി അണിയിക്കാറുണ്ട്. അല്ലെ വലിയ കൊലക്കേസ്, മാരകമായ കേസുകളിൽ പെടുന്ന പ്രതികളെയാണ് സാധാരണ മുഖം മൂടിയൊക്കെ അണിയിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കൈവിലങ്ങുകൾ അണിയിക്കുക ഒരിക്കലും ചെയ്യരുതെന്നാത്ത കാര്യമാണ്. കൈവിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അപമാനകരമായ രീതിയിലാണ് ഇന്നലെ വടക്കാഞ്ചേരി CI അവിടെ ചെയ്തത്. അത് വിഷ്വൽസ് എല്ലാം അതിന്റെ പുറത്ത് വന്നിട്ടുമുണ്ട്. ആ സമയത്താണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായ പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഗൂഗിൾ ഗുരുവായൂർ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. അയാളുടെ പ്രസംഗമാണ് ഇന്നലെ വളരെ പിന്നെ ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടകരമായ പ്രസംഗവും കൂടാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ്, ഈ വടക്കാഞ്ചേരി CIയെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് കോരൻ വന്നാൽ പോലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കും. നിങ്ങൾ എപ്പോഴും യൂണിഫോം അഴിച്ചു വെക്കുന്നു, അതായത് സർവീസിൽ നിന്ന് വിരമിക്കുന്നു, അന്ന് നിങ്ങളെ പറഞ്ഞില്ല അപായപ്പെടുത്താൻ പോലും മടിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ജയിലിൽ പോകാനും തയ്യാറാണ്. നോക്കുക കേരളത്തിന്റെ അവസ്ഥ എങ്ങോട്ടൊക്കെ പോയി നിൽക്കുന്നു. ഇതൊക്കെ പരസ്യമായിട്ടാണ് പ്രസംഗിക്കുന്നത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഓരോരോ സംഭവങ്ങളാണ് അല്ലെ. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കുന്നംകുളത്തു നിന്ന് തുടങ്ങി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പറയുന്നത് കേട്ടില്ലേ, പിന്നെ അമ്മയും അവരുടെ പിന്നെ ദമ്പതികളെല്ലാം ചെറുപ്പക്കാരിയാണ്, 30-35 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർക്കും ഭർത്താവിനും ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ. അവരെന്തോ റോഡ് സൈഡിൽ നിന്നൊരു വീഡിയോ എടുത്തതാണ്, അത്രയേ ഉള്ളൂ കാര്യം. അതിന് ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുക. അത് ചോദിക്കാൻ ചെന്നപ്പോൾ ഈ സ്ത്രീ 3 മാസം ഗർഭിണിയാണ്. 3 മാസം ഗർഭിണിയായ സ്ത്രീ 2 കൈക്കുഞ്ഞുങ്ങളുമായിട്ട് 2ഉം 4ഉം വയസ്സുള്ള 2 കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അവരെ അടിക്കുക, ക്രൂരമായി മർദ്ദിക്കുക. എന്നിട്ട് അവസാനം കേസ് വന്നത് ഈ സ്ത്രീ അവരെ ആക്രമിച്ചെന്നാണ്, CIയെ ആക്രമിച്ചെന്നാണ്. ഗർഭിണിയായ സ്ത്രീ ആക്രമിച്ചു, കുഞ്ഞുങ്ങളെ പോലീസ് സ്റ്റേഷൻ വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് വന്നിരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം തരത്തിലാണ്. തിരുവനന്തപുരത്തെ ഒരു പാവപ്പെട്ട സാധു സ്ത്രീയുടെ കഥ നമ്മൾ കേട്ടില്ലേ. അവരെ കഷ്ടിച്ച് അധ്വാനിച്ച് പിന്നെ കൂലി വേറെ ചെയ്ത് കഴിയുന്ന സ്ത്രീയാണ്, വീടുകളിലെ പാത്രം കഴിയൊക്കെ ജീവിക്കുന്ന സ്ത്രീയാണ്. അവരെ മോഷണക്കേസിൽ പ്രതിയാക്കിയ ശേഷം ആ എതിർകക്ഷിയോടെ വല്ലതും വാങ്ങിച്ചു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും തോന്നുന്നു പോലീസ് വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ച് അവസാനം മാലമോഷണ കേസിൽ ആ സാധു സ്ത്രീയെ പ്രതിയാക്കി. എന്നിട്ട് അവസാനം ഈ ഉടമസ്ഥയുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെടുത്തു. അവിടെ നിന്ന് കണ്ടെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് മറ്റൊരു കള്ളക്കഥയുണ്ടാക്കി. അവരുടെ വേസ്റ്റ് കൂലിയെന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് അവസാന സ്ത്രീയെ അപമാനിച്ച് പറഞ്ഞില്ലേ, അവർക്ക് കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാക്കി കളഞ്ഞു. അങ്ങനെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സേനയായിട്ട് നമ്മുടെ പോലീസ് സേന മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു കാര്യം? ഇതിനെയൊന്നും നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഈ കേരളത്തിലെ അങ്ങനെ പോലീസ് എല്ലാം മികച്ച പോലീസ് സംവിധാനമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്, നമ്മുടെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്നും മികച്ച പോലീസ് തന്നെയായിരുന്നു. കേരള പോലീസ് നമുക്ക് അഭിമാനിക്കാവുന്ന പോലീസ് സേനാ വിഭാഗം തന്നെയായിരുന്നു. പക്ഷെ ഇതിനകത്തിൽ ഇപ്പൊ ഈ പുഴുക്കുത്തുകൾ ഇതൊന്നും ഒറ്റപ്പെട്ടതൊന്നുമല്ല, വ്യാപകമായിട്ട് കേൾക്കുകയാണ്. കേരളത്തിൽ എത്രയെത്ര കഥകളാണ് കേൾക്കുന്നത്. പത്തനംതിട്ടയിലെ കഴിഞ്ഞ ദിവസം ഒരു സ്വർണ്ണപ്പണിക്കാരനെ കണ്ടില്ലേ, അയാൾ നിരപരാധിയാണ്. വെറുതെ നിന്നൊരു മനുഷ്യനെ കേസ് അയാളോട് കുറ്റമേക്കാൻ പറയുന്നു, അവസാനം അയാളുടെ പേരില് പത്തനംതിട്ട ജില്ലയിലുള്ള സകല സ്വർണ്ണത്തട്ടിപ്പ് കേസുകളുടെ തലയിൽ കൊണ്ട് ചാർത്തുന്നു. അത്തരത്തിലുള്ള ക്രൂര മനസ്സുള്ള പോലീസുകാർ സർവ്വവ്യാപിയാണ്. എല്ലാ ജില്ലകളിൽ നിന്നും ഇത്തരം പരാതികൾ വരികയാണ്. അപ്പൊ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, പോലീസിന്റെ ചുമതലയുള്ള പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അതാണ് കേരള സമൂഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടിയാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതിനകത്തൊരു കർശനമായ നടപടികൾ എന്തെങ്കിലും അദ്ദേഹം എടുക്കണം. ഒന്നുകിൽ മറുപടി പറയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നടപടികൾ എടുക്കണം. അല്ലെ അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് മാന്യമായിട്ട് കുടുംബം നോക്കി കഴിഞ്ഞ ഒരു പിതാവ് പോലും തെരുവിൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു സംഭവങ്ങളൊക്കെ കേരളത്തിൽ പരസ്യമായിട്ട് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതേപോലെ തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ വേണം ഇക്കാര്യത്തിൽ ഈ പറഞ്ഞതിൽ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട്. നിങ്ങൾക്ക് ന്യായമായ സമരങ്ങൾ ചെയ്യാൻ. ഇപ്പൊ നാളെ നിയമസഭ ആരംഭിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ വീണ്ടും അവിടെ തന്നെ ബഹളങ്ങളും ഒക്കെ ഉണ്ടാകാതെ ഈ കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തി അല്ലെങ്കിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകി കാര്യങ്ങൾക്കൊരു ശാന്തത ഉണ്ടാക്കണം. അല്ലാതെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിതാക്കന്മാരെ ഇങ്ങനെ തെരുവിൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുതെന്നാണ്
എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്ന ഒരു അഭിപ്രായം. എന്തായാലും ഈ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയപരമായുള്ള ചില കാര്യങ്ങളിൽ നേരിടാം എന്ന് കരുതുന്നുവെങ്കിൽ അത് തീർച്ചയായും തെറ്റായ രീതിയിലാണ് ജനങ്ങളിൽ അത് സ്വാധീനം ചെലുത്തുന്നത്. കാരണം പോലീസ് അക്രമികളാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ പലരെയും മറന്നു പോകുന്നു, പക്ഷേ ചിലരെ ഓർമ്മിക്കുന്നു. അങ്ങനെ ഓർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് തന്നെ ബാധിക്കുന്നത് എന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഒന്നുകൂടി പരിശോധിച്ചാൽ നന്നായിരിക്കും. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.